സ്വന്തമായി ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പണം വേണം. പക്ഷേ വലിയ കൊളാട്രൽ ഇല്ല, അതായത് സെക്യൂരിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ എന്തു ചെയ്യും? സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഏറ്റവും വലിയ തടസ്സം പണമാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ കൊളാട്രൽ, വലിയ രേഖകൾ, മറ്റ് പല നിബന്ധനകളും, അതായത് ക്രെഡിറ്റ് സ്കോർ പോലുള്ള വലിയ വലിയ നിബന്ധനകൾ മുന്നിലെത്തും. ഇവിടെയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ PM മുദ്രാ യോജന ശ്രദ്ധേയമാകുന്നത്. ചെറുകിട ബിസിനസ്സുകൾക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും വായ്പ ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2015 ആരംഭിച്ച ഈ പദ്ധതിയിൽ ചെറിയ സംരംഭകർക്ക് ബാങ്കുകളും മറ്റ് അംഗീകൃത ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയും വായ്പ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. എത്ര രൂപ വരെ ലോൺ ലഭിക്കും? മുദ്രാ ലോൺ പ്രധാനമായും 3 വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. ശിശു വിഭാഗത്തിൽ 50,000 രൂപ വരെ വായ്പ ലഭിക്കും. കിഷോർ വിഭാഗത്തിൽ 50,000 മുതൽ 5 ലക്ഷം വരെ വായ്പ ലഭിക്കും. തരുൺ വിഭാഗത്തിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വായ്പ ലഭിക്കും. കൂടാതെ മുമ്പത്തെ തരുൺ ലോൺ വിജയകരമായി തിരിച്ചടച്ച ചില സംരംഭകർക്ക് തരുൺ പ്ലസ് വിഭാഗത്തിലൂടെ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വായ്പ ലഭിക്കാനുള്ള വ്യവസ്ഥയും നിലവിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാർ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നു എന്നതല്ല മുദ്രാ യോജനയുടെ അർത്ഥം. സർക്കാർ പിന്തുണയുള്ള ക്രെഡിറ്റ് പ്രോഗ്രാമാണ്. വായ്പ നൽകുന്നത് ബാങ്കുകളോ മറ്റ് അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങളോ ആണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ എലിജിബിലിറ്റി, ബിസിനസ് പ്ലാൻ, റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, ക്രെഡിറ്റ് ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ലോൺ അനുവദിക്കുക. ഈ ലോൺ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? ചെറിയ കട തുടങ്ങൽ, എക്യുപ്മെൻറ്റ് വാങ്ങൽ, മെഷീനറി വാങ്ങൽ, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തൽ, സർവീസ് ബിസിനസ് തുടങ്ങാൻ തുടങ്ങി വിവിധ മൈക്രോ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഈ ലോൺ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു ചെറിയ ബേക്കറി, ടൈലറിംഗ് യൂണിറ്റ്, മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ഫുഡ് ബിസിനസ്, ചെറിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ മറ്റൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സംരംഭം തുടങ്ങാൻ ആവശ്യമായ ധനസഹായം ഇതിലൂടെ നമുക്ക് നേടാം. പക്ഷേ ലോൺ കിട്ടുമെന്ന് ഉറപ്പില്ല എന്നതും ഓർക്കണം. പലിശ നിരക്ക്, പ്രോസസ്സിംഗ് ചാർജ്, റീപേയ്മെൻറ്റ് പീരീഡ് തുടങ്ങിയ കാര്യങ്ങൾ ലെൻഡർ അനുസരിച്ച് വ്യത്യാസപ്പെടാം. അതിനാൽ ലോൺ എടുക്കുന്നതിന് മുൻപ് മൊത്തം എത്ര രൂപ തിരിച്ചടക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപേക്ഷിക്കുന്നതിന് മുൻപ് ആവശ്യമായ രേഖകളും ബിസിനസ് ഡീറ്റെയിൽസും തയ്യാറാക്കി വയ്ക്കുന്നതും പ്രധാനമാണ്. ഇനി മറ്റൊരു പ്രധാന അറിയിപ്പ്. മുദ്രാ ലോൺ തരാം, ആദ്യം പ്രോസസ്സിംഗ് ഫീ അയക്കൂ എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഓഫേഴ്സ് കണ്ടാൽ സൂക്ഷിക്കുക. ഗവൺമെൻറ് സ്കീം എന്ന പേരുപയോഗിച്ച് ഫേക്ക് ലോൺ വെബ്സൈറ്റ്, ആപ്സ്, ഏജൻറ്റ്സ് എന്നിവ വഴി പണം തട്ടാനുള്ള സാധ്യത അധികമാണ്. അതുകൊണ്ട് ഒഫീഷ്യൽ ഗവൺമെൻറ് പോർട്ടൽ അല്ലെങ്കിൽ അംഗീകൃത ബാങ്ക്, ധനകാര്യ മറ്റ് സ്ഥാപനങ്ങൾ വഴിയാണ് വിവരങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ PM മുദ്രാ യോജന ആരെ സഹായിക്കാനാണ്? വലിയ കമ്പനി തുടങ്ങാൻ കോടികൾക്ക് അല്ലെങ്കിൽ അത്രയും വലിയ തുകകൾ തേടുന്നവർക്കുള്ളതല്ല. ഒരു ചെറിയ ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭം വളർത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കാണ് ഈ പദ്ധതി പ്രധാനമായും പ്രസക്തമാകുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ലോൺ വേണമെന്നത് അതുമാത്രം ചിന്തിക്കാതെ ഈ ബിസിനസ് വഴി എങ്ങനെ വരുമാനമുണ്ടാക്കി ലോൺ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യവും ആദ്യം സ്വയം ചോദിച്ചിരിക്കണം. കാരണം സർക്കാർ പദ്ധതി ലോൺ എടുക്കാൻ സഹായിച്ചേക്കാം, പക്ഷേ ലോൺ തിരിച്ചടയ്ക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. ഈ വാർത്താ അപ്ഡേറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.